എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. സോ നമ്മൾ പ്രധാനമായും 3 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതിലാദ്യത്തത് എങ്ങനെയാണ് ഒരു ഹാക്കർ നമ്മുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യുന്നത്. അതുപോലെ ഇങ്ങനെ ഹാക്ക് ചെയ്യുന്നതിനെ നമ്മൾ ഫിഷിംഗ് അല്ലെങ്കിൽ ഫിഷിംഗ് അറ്റാക്ക് എന്നാണ് വിളിക്കുന്നത്. സോ ഫിഷിംഗ് അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ലൈവ് ഡെമോയാണ് നമ്മൾ രണ്ടാമതായി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ അവസാനമായി ഇത്തരം ഹാക്കിങ്ങിന് ഇരയാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. സോ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു തരം സൈബർ ആക്രമണമാണ്. സോ ഇതുവഴി ഹാക്കർ ഒരു വ്യക്തിയുടെ സ്വകാര്യ വിവരങ്ങൾ വളരെ സമർത്ഥമായ രീതിയിൽ തട്ടിയെടുക്കുന്നു. ഒരു വ്യക്തിയുടെ യൂസർ നെയിം ആയിരിക്കാം, പാസ്വേഡ്, അതുപോലെ ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ, ഇവയിൽ ഏതൊരു വിവരവുമായിരിക്കാം. സോ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ യൂസർ നെയിം, പാസ്വേഡ് മാത്രമല്ല, സോ നമ്മൾ ഇൻ്റർനെറ്റിൽ എൻ്റർ ചെയ്യുന്ന നമ്മുടെ ഏതൊരു സ്വകാര്യ വിവരവും ഇത്തരത്തിൽ ഫിഷിംഗ് അറ്റാക്ക് വഴി നമ്മുടെ വിവരങ്ങളൊക്കെ ഒരു ഹാക്കറിന് നേടിയെടുക്കാൻ സാധിക്കും. സോ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഹാക്കർ അയച്ചു തരുന്ന, നമ്മൾ അറിയുന്നില്ലത് ഹാക്കറാണ് അയക്കുന്നതെന്ന്, ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ നമ്മൾ നമ്മുടെ വിവരങ്ങൾ എൻ്റർ ചെയ്യുന്നു. അതുപോലെ നമ്മൾ ചില തരത്തിലുള്ള പ്രോഗ്രാമുകൾ നമ്മുടെ ഫോണിലും കമ്പ്യൂട്ടറിലും ഇൻസ്റ്റാൾ ചെയ്യുന്നു. സോ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിവരങ്ങൾ ചോർന്നു പോകാൻ ഒരുപാട് സാധ്യതയുണ്ട്. ഈ ഒരു രീതിയിലാണ് ഹാക്കർമാർ നമ്മുടെ ഫിഷിംഗ് അറ്റാക്ക് വഴി നമ്മുടെ വിവരങ്ങളൊക്കെ നേടിയെടുക്കുന്നത്. സോ നമുക്ക് ഫിഷിംഗ് അറ്റാക്ക് നടക്കുന്ന പ്രോസസ്സിന് അല്ലെങ്കിൽ ഫിഷിംഗ് അറ്റാക്ക് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നമുക്കൊന്ന് വിശദമായി പരിശോധിച്ച് നോക്കാം. സോ പ്രധാനമായും 3 സ്റ്റെപ്പായിട്ട് നമുക്കിതിനെ തിരിക്കാൻ സാധിക്കും. സോ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹാക്ക് ചെയ്യപ്പെടേണ്ട വ്യക്തിയുമായി ഒരു കമ്മ്യൂണിക്കേഷൻ സ്ഥാപിക്കുക എന്നതാണ്. ഈ കമ്മ്യൂണിക്കേഷൻ സ്ഥാപിക്കുന്നത് ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് അല്ലെങ്കിൽ മെസ്സഞ്ചർ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, SMS തുടങ്ങിയ ഏതെങ്കിലും ഒരു മാർഗ്ഗത്തിലൂടെയായിരിക്കും നമ്മളുമായി ഹാക്കർ കമ്മ്യൂണിക്കേഷൻ സ്ഥാപിക്കുന്നത്. സോ ഈ കമ്മ്യൂണിക്കേഷൻ സ്ഥാപിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെൻഡിങ് ലിങ്ക്സ് എന്നാണ്. നമുക്ക് പ്രത്യേക മെസ്സേജുകൾ ഈ കമ്മ്യൂണിക്കേഷൻ വഴി ഹാക്കർ അയക്കുന്നു. ഈ മെസ്സേജിൽ ചില തരത്തിലുള്ള ലിങ്കുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. സോ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യിപ്പിക്കുകയാണ് അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മളെ എക്സൈറ്റ് ചെയ്യിക്കുന്ന രീതിയിലുള്ള സബ്ജക്റ്റുകളായിരിക്കും അത്തരം മെസ്സേജുകളിൽ ഉണ്ടായിരിക്കും. ഉദാഹരണമായി നമുക്ക് ലോട്ടറി അടിച്ചെന്നല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രൈസസ് കിട്ടിയെന്നൊക്കെയുള്ള മെസ്സേജ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ എങ്ങനെ കൂട്ടാം, ഫോളോവേഴ്സിനെ എങ്ങനെ കൂട്ടാം, അതുപോലെ ചിലപ്പോൾ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള മെസ്സേജ് ആയിരിക്കും, അല്ലെങ്കിൽ പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നതിനുള്ള മെസ്സേജ് ആയിരിക്കും. ഇനി ഓൺലൈൻ ബാങ്കിങ്ങുമായി സംബന്ധിച്ച അക്കൗണ്ട് ആക്ടിവേഷൻ തുടങ്ങിയ മെസ്സേജസുകളൊക്കെ ആയിരിക്കും അതിൻ്റെ സബ്ജക്റ്റ് ആയിട്ടുണ്ടായിരിക്കുക. സോ നമ്മളിത് കാണുമ്പോൾ തന്നെ നമ്മളറിയാതെ നമ്മൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം 3ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എത്തുന്നു. 2 രീതിയിൽ അറ്റാക്ക് നടക്കാം. ഒന്നാമത് മാൽവെയർ ഇൻസ്റ്റാളേഷൻ ആണ്. സോ മാൽവെയർ ഇൻസ്റ്റാളേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രോഗ്രാം നമ്മുടെ കമ്പ്യൂട്ടറിലോ ഫോണിലോ ഇൻസ്റ്റാൾ ചെയ്യുന്നു. അതുവഴി ഹാക്കറിന് നമ്മുടെ കമ്പ്യൂട്ടറിലെയോ ഫോണിലെയോ വിവരങ്ങളെല്ലാം ലഭ്യമാകുന്നു. രണ്ടാമതായി ഉള്ളത് ഫിഷിംഗ് വെബ്സൈറ്റ് ആണ്. ഇതാണ് നമ്മളിവിടെ ഡെമോ ചെയ്യാൻ പോകുന്നതും ഈ ഒരു ഫിഷിംഗ് വെബ്സൈറ്റിൻ്റെ രീതിയാണ്. സോ ഫിഷിംഗ് വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഒരു ഫേക്ക് വെബ്സൈറ്റ് ആണ്. നമുക്ക് ഒറിജിനൽ ആണെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു വെബ്സൈറ്റ് ആയിരിക്കും. സോ ഉദാഹരണമായി പറയുകയാണെങ്കിൽ ഫേസ്ബുക്കിൻ്റെ ഒറിജിനൽ വെബ്സൈറ്റിനെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു വെബ്സൈറ്റ് ആയിരിക്കും നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഓപ്പൺ ആയിരിക്കുക. സോ നമ്മൾ അറിയാതെ നമ്മുടെ ഫേസ്ബുക്കിലെ യൂസർ നെയിമും പാസ്വേഡും അതിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യൂസർ നെയിം പാസ്വേഡും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഹാക്കറിന് ലഭ്യമാവുന്നതായിരിക്കും. സോ ഇത്തരത്തിലാണ് ഫിഷിംഗ് അറ്റാക്ക് നടക്കുന്നത്. സോ നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഒരു ഫിഷിംഗ് വെബ്സൈറ്റ്, അതായത് ഫേക്ക് വെബ്സൈറ്റിൻ്റെ ഒരു ലൈവ് ഡെമോയാണ്. എങ്ങനെയാണ് ഫേക്ക് വെബ്സൈറ്റ് ഉപയോഗിച്ച് ഫിഷിംഗ് അറ്റാക്ക് നടത്തുന്നത് എന്നതിനുള്ള ഒരു ലൈവ് ഡെമോയാണ് നമ്മൾ അടുത്തതായി ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് ഒരു പ്രത്യേക കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഫിഷിംഗ് അതുപോലെ ഹാക്കിംഗ് എന്ന് പറയുന്നത് ഇല്ലീഗലാണ്, ഒരു കുറ്റകൃത്യമാണ്. ഇന്ത്യൻ IT ആക്ട് നിയമപ്രകാരവും നമുക്ക് തടവും പിഴയും ശിക്ഷയായി ലഭിക്കുന്ന കുറ്റകൃത്യമാണ്. നമ്മൾ ഈ വീഡിയോയിൽ ഈ ഒരു ഡെമോ കാണിക്കുന്നത് നമുക്ക് എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നമുക്ക് കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാവാനും ഇത്തരം ആക്രമണങ്ങൾക്ക് നമ്മൾ ഇരയാവാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ നമ്മൾ ഡെമോ ചെയ്യുന്നത്. സോ ഇതിൽ ഞാൻ ചെയ്യുന്നത്, എന്നെ തന്നെയാണ് ഹാക്ക് ചെയ്യുന്നത്. ഞാൻ വേറെ ആരെയുമല്ല, എനിക്ക് തന്നെ മെസ്സേജ് അയച്ച് എന്നെ തന്നെയാണ് ഞാൻ ഇതിൽ ഹാക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഫിഷിംഗ് അറ്റാക്ക് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നമുക്കൊരു ഡെമോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. സോ അടുത്തതായി നമുക്കൊരു ഫിഷിംഗ് അറ്റാക്ക് എങ്ങനെയാണ് നടക്കുന്നത് എന്നതിൻ്റെ ലൈവായിട്ടുള്ള ഒരു ഡെമോയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. സോ ഞാനിവിടെ ഒരു ഫിഷിംഗ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫേസ്ബുക്കിൻ്റെ ഫിഷിംഗ് വെബ്സൈറ്റാണ് ഈ കാണുന്നത്, ഒറിജിനൽ വെബ്സൈറ്റ് അല്ല. ഇവിടെ നിങ്ങൾക്ക് ലിങ്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. സോ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് എനിക്ക് തന്നെ എൻ്റെ ഇമെയിലോട്ട് തന്നെ ഞാനൊരു ഫിഷിംഗ് ഇമെയിലായി അയക്കുകയാണ്. സോ ഞാൻ അതിനുശേഷം അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. സോ ഞാൻ ഇവിടെ എൻ്റെ ടെർമിനൽ ഓപ്പൺ ചെയ്ത് വെക്കുന്നു. ശേഷം ഞാൻ എൻ്റെ ഫോണിലാണ് ഞാൻ ഓപ്പൺ ചെയ്യുന്നത്. എൻ്റെ ഫോണിൽ ഇപ്പോൾ എനിക്ക് തന്നെ അയച്ച ഫിഷിംഗ് ഇമെയിൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. കൺഗ്രാജുലേഷൻ, എനിക്കൊരു ലോട്ടറി ഡ്രോയിൽ എൻ്റെ ഫേസ്ബുക്ക് ID സെലക്ട് ചെയ്തു എന്ന് പറയുന്ന ഒരു ഇമെയിൽ മെസ്സേജാണ് വന്നിട്ടുള്ളത്. അതിന് താഴെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിന് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എന്നുണ്ട്. ഇതുപോലെ ഏതെങ്കിലും തരത്തിലുള്ളൊരു മെസ്സേജ് ആയിരിക്കും നമ്മളെ കൊണ്ട് ക്ലിക്ക് ചെയ്യിപ്പിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ളൊരു മെസ്സേജ് ആയിരിക്കും നമുക്ക് അയക്കുന്നത്. സോ ഞാൻ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ഉടനെ എനിക്ക് ഒരു ഫേസ്ബുക്ക് ലോഗിൻ പേജ് ഓപ്പണായി വരുന്നു. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. സോ നമ്മളിതിൽ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ നമ്മുടെ ഇമെയിൽ ID ഇതിൽ എൻ്റർ ചെയ്യുന്നു. അതുപോലെ പാസ്വേഡും എൻ്റർ ചെയ്യുന്നു. സോ ഇമെയിൽ ID പാസ്വേഡും എൻ്റർ ചെയ്ത് ഞാൻ ലോഗിൻ പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഭാഗത്ത് ഈ ടെർമിനലിൽ നോക്കുക. അപ്പോൾ നിങ്ങൾക്കിവിടെ
നമ്മൾ എൻ്റർ ചെയ്യുന്ന ആ യൂസർ നെയിം പാസ്വേഡ് നമ്മുടെ ഹാക്കറിന് ഇവിടെ ലഭിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. സോ ഞാനിവിടെ എൻ്റെ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യുന്നു, stechmedia@gmail.com. അതുപോലെ ഞാൻ പാസ്വേഡ് ജസ്റ്റ് 12345 എന്ന് എൻ്റർ ചെയ്യുന്നു. സോ ഞാൻ ലോഗിൻ ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ്. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഭാഗത്ത് നോക്കുക, ഈ ടെർമിനലിൻ്റെ ഈ ഭാഗത്ത് നോക്കുക. സോ ഞാൻ ലോഗിനിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒറിജിനൽ ഫേസ്ബുക്കിലോട്ട് നമ്മുടെ ഈ ഒരു വെബ്സൈറ്റ് റീഡയറക്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മളുള്ളത് ഒറിജിനൽ വെബ്സൈറ്റിലാണ്. നിങ്ങൾക്കിവിടെ ലിങ്ക് നോക്കിയാൽ m.facebook.com അത് റീഡയറക്റ്റ് ചെയ്യുന്നു. സോ നമുക്കൊന്നും മനസ്സിലാവില്ല. നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കുക നമ്മൾ എൻ്റർ ചെയ്ത ഇമെയിൽ ഐ ഡിയും പാസ്വേഡ് തെറ്റാണെന്ന് വിചാരിക്കും. നമ്മൾ വീണ്ടും രണ്ടാമതും ഒറിജിനൽ ഫേസ്ബുക്കിൽ നമ്മൾ ലോഗിൻ ചെയ്യുന്നു. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. പക്ഷേ നമ്മൾ എൻ്റർ ചെയ്ത നമ്മുടെ ഫിഷിംഗ് വെബ്സൈറ്റിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞ ഡീറ്റെയിൽസ് നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു. സോ എൻ്റെ ഇമെയിൽ ഐ ഡി stechmedia@gmail.com, അതുപോലെ ഞാൻ എൻ്റർ ചെയ്ത പാസ്വേഡ് 12345. സോ നമ്മൾ എൻ്റർ ചെയ്ത് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ഹാക്കറിന് ആ കാര്യം ലഭ്യമായിരിക്കും. ആ ഒരു യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് അവർക്ക് നമ്മുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ അക്കൗണ്ട് ലോഗിൻ ചെയ്ത് ആ ഒരു അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ ഇതുപോലെയുള്ള ഫിഷിംഗ് അറ്റാക്കിലൂടെയാണ് നമ്മുടെ അക്കൗണ്ട് ഹാക്കിംഗ് നടക്കുന്നത്. അതിനുള്ളൊരു ഡെമോയാണ് നിങ്ങൾക്കിവിടെ കാണിച്ചു തന്നത്. സോ അവസാനമായി നമുക്ക് ഇത്തരം ഹാക്കിങ്ങിന് ഇരയാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ആദ്യത്തേതെന്ന് പറയുന്നത് സംശയകരമായ ഏതൊരു ലിങ്കിലും നമ്മൾ ക്ലിക്ക് ചെയ്യാതിരിക്കുകയാണ്. ഇത്തരത്തിൽ നമുക്ക് ലഭിക്കുന്ന ഏതൊരു ലിങ്കിലും നമ്മൾ സംശയമുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക എന്നതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മളൊരു 90% അറ്റാക്കിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നതായിരിക്കും. മൂന്നാമതെന്ന് പറയുന്നത് നമ്മൾ വിസിറ്റ് ചെയ്യുന്ന വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് ഒന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തുക. അഥവാ നിങ്ങൾ ഏതെങ്കിലും ലിങ്കിൽ ക്ലിക്ക് ചെയ്തൊരു വെബ്സൈറ്റിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളതിൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സ് ഒന്ന് പരിശോധിച്ച് ഉറപ്പ് വരുത്തുക. ഉദാഹരണമായി നമ്മൾ ഫേസ്ബുക്ക് വെബ്സൈറ്റാണ് സന്ദർശിക്കുന്നതെങ്കിൽ നമുക്കിതുപോലെ facebook.com എന്ന് കാണിക്കും. അതുപോലെ ഇൻസ്റ്റാഗ്രാം ആണെങ്കിൽ instagram.com എന്ന് ഇതുപോലെ കാണിക്കും. ഇതിലെന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ ഇതിനു മുമ്പ് ഏതെങ്കിലും ലെറ്റേഴ്സോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത്തരം വെബ്സൈറ്റിലൊന്നും നമ്മുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാതിരിക്കുക എന്നതാണ് രണ്ടാമത്തെ കാര്യം. സോ മൂന്നാമതായി സംശയകരമായ മെസ്സേജുകൾ നമ്മൾ ഡിലീറ്റ് ചെയ്യുക എന്നതാണ്. സോ ഇമെയിൽ ആണെങ്കിൽ നമുക്ക് സ്പാം അല്ലെങ്കിൽ ഫിഷിംഗ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. സോ അതിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത്തരം ഇമെയിൽ ഐ ഡികളിൽ നിന്നും വരുന്ന മെസ്സേജസുകളെല്ലാം നമ്മുടെ സ്പാം ഫോൾഡറിലോട്ട് പോകുന്നതായിരിക്കും. സോ അത്തരത്തിൽ നമുക്ക് സ്പാം ഫിഷിംഗ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് മൾട്ടി ഫാക്ടർ അല്ലെങ്കിൽ 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. സോ നമുക്ക് എല്ലാ സോഷ്യൽ മീഡിയ സൈറ്റുകളിലും അതുപോലെ ജിമെയിൽ അക്കൗണ്ടുകളിലെല്ലാം നമുക്കിത് ഉപയോഗിക്കാൻ സാധിക്കും. സോ ഈ മൾട്ടി ഫാക്ടർ 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇത് സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഫോൺ നമ്പർ കൊടുക്കുന്നു. സോ നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു ഡിവൈസിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫോണിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ നമ്മുടെ അക്കൗണ്ടിലോട്ട് ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഫോണിലോട്ട് ഒരു മെസ്സേജ് വരുന്നതായിരിക്കും. ആ ഒരു മെസ്സേജ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ അക്കൗണ്ടിലോട്ട് ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഈ ഓപ്ഷനും മൾട്ടി ഫാക്ടർ അല്ലെങ്കിൽ 2 ഫാക്ടർ ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷനും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇതെല്ലാ സോഷ്യൽ മീഡിയ വെബ്സൈറ്റുകളിലും അതുപോലെ ജിമെയിലിലും എല്ലാം നമുക്ക് ലഭ്യമാണ്. സോ ഇത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ സെറ്റിംഗിൽ പോയതിന് ശേഷം സെക്യൂരിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നമ്മൾ ജിമെയിൽ ഉദാഹരണമായി എടുക്കുകയാണെങ്കിൽ ജിമെയിലിൽ നമ്മൾ മാനേജ് അക്കൗണ്ട് എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ സെറ്റിംഗിൽ പോവുക. സെറ്റിംഗിൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് താഴെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇത് സെറ്റപ്പ് ചെയ്യുന്നതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫോൺ നമ്പറും എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഈ ഒരു ഓപ്ഷൻ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഇത്തരം ആക്രമണങ്ങൾക്ക് ഇരയാവാതിരിക്കാൻ സാധിക്കുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.